സാറ് പറയുന്ന അതേ സാധനങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തോ, അവിടെ 100% റിസൾട്ട് ഉണ്ടാകുന്നുള്ള ഷുവർ ആണ്. അത് 100% ഷുവറായി തെളിയിച്ച് കാണിച്ചവരാണ് ഇവിടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു 19 വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഏരിയാസിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഒന്ന് കാലെടുത്ത് വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഫോക്കസ് കൊടുക്കുക, ആക്ഷൻ എടുക്കുക, വീഡിയോസ് പ്രസന്റ് ചെയ്യുക, ആക്ഷൻ കൊടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നമ്മളെ പുറത്താക്കി അതേ ഒരു ഏരിയയിൽ വന്നിട്ട് തന്നെ നമ്മളൊരു ഡീൽ ഒപ്പിടുക എന്ന് പറയുന്നുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2020-2023 കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള ക്യാഷാണ്. 12 ലക്ഷം. ഞാൻ ഇതുവരെ പൊന്തി വന്നിട്ടുണ്ടായി, ഞാൻ ഒറ്റയടിക്കായിട്ട് ഡൗൺ ആയി. ആകെ മെന്റലിയും എന്താ പറയുക, എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായി പോയി. ടേക്ക് യുവർ ആക്ഷൻ. ഞാൻ അവിടെ ഒരു ആക്ഷൻ എടുക്കാതെ നിന്നിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഈ ഒരു 17-ാം വയസ്സിൽ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സ്റ്റേജിൽ അവിടെ നിൽക്കുന്നുള്ളത്. അവിടേക്കാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യേണ്ടത്. സാറ് പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും ക്യാഷ് വരണം. നിന്റെ വർക്കുകൾ ഒന്നിനും പറ്റില്ല, നീ ചെയ്യുന്നത് ഒന്നിനും കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളല്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും, പൈസ അല്ല ഒന്നും, നിന്റെ വർക്കുകളൊന്നും കമ്പനിക്ക് പറ്റില്ല. അങ്ങനത്തെ എന്താ പറയുക, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മെസ്സേജുകൾ എനിക്ക് കിട്ടി. സോ ഇതിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും AI കോഴ്സിലൂടെയും എനിക്ക് 1 lakh വരെ അച്ചീവ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അൻസാർ. ഞാനൊരു ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ചെറിയൊരു മെമ്പറാണ്. നിങ്ങളെ ഒരു കുഞ്ഞനുജൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളൊക്കെ പരിചയപ്പെടുത്താണ്. ഒരു 19 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഏരിയാസിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചിലപ്പം നിങ്ങളൊക്കെ ഇതിലുള്ളവരൊക്കെ എന്നെക്കാട്ടിൽ മുതിർന്നവരാണ്. അവരൊക്കെ ആ വയസ്സിൽ കടന്നു പോവേണ്ടത് ചിലപ്പം ഞാൻ ഈ വയസ്സിൻ്റെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു അസെറ്റാണ്. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇത് അനുഭവിക്കേണ്ടത് ഇത്രയും പെട്ടെന്ന് എനിക്ക് അനുഭവിച്ചാൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് റൺ ചെയ്യാൻ. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടായിരിക്കാം ഇവിടെ ഇരിക്കുന്നുള്ളത്. സോ അതൊക്കെ എന്താക്കണം, കവർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താക്കാൻ പോവാണ്, അതൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പോവാണ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ റൂട്ട് മാറ്റിയിട്ട് അവിടെ നിന്നും ഒരു സെപ്പറേറ്റ് റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കൂടെയാണ് നമ്മളൊക്കെ ഓടുന്നത്. ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളൊക്കെ പെടുന്നുള്ളത്. സാധാരണ എല്ലാവരും സാറ് പറഞ്ഞ പോലെ 80-20 റൂളിൽ പോലെ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ടുള്ളവര് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും കമന്ററി എടുക്കാൻ എല്ലാവരും കൊണ്ടും പറ്റുള്ളൂ. എല്ലാവരും നമ്മളെ ഓരോ എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണും. നാളെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കമന്റ് ഇടും, ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല, നിർത്തി പോടെ, എന്താണ് നീ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങൾ കേട്ടതിൽ അതിനൊന്നും വകവെക്കാതെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ, അല്ലേ? സോ ആ ഒരു കാറ്റഗറിക്കാണ് ഞാനും എത്തിയിട്ടുള്ളത്. എൻ്റെ ഏരിയയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിൽ എനിക്ക് സത്യത്തിൽ ആരുമില്ല. എൻ്റെ ഫ്രണ്ട്സ് കാറ്റഗറി എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലെ എൻ്റെ ഏജിനെക്കാട്ടിലും മുകളിലുള്ളവരാണ്.
അതൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽസ് ആയിരിക്കും, ഒന്നെങ്കിൽ ബിസിനസ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ടോ അവരായിരിക്കും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവരൊക്കെ. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണെന്ന് സാറ് പറഞ്ഞു, ഇവിടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ട് ആകെ ഒറ്റ കോളേജിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ MMO കോളേജ് എന്ന് പറയുന്ന മണാശ്ശേരി മുക്കം ഓർഫനേജിന്റെ കീഴിലായിട്ടുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് എന്നാണ് കോഴ്സിന്റെ പേര്. സോ ഇതിലും ഒരു വെറൈറ്റി ഉണ്ട്, ഞാൻ ഇവിടേക്ക് എത്തിയതിലും ഒരു വെറൈറ്റി ഉണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എവിടെയും കേൾക്കാൻ പറ്റില്ല. ഷമാസ് നേരത്തെ ചോദിച്ചു ഏതാ പഠിക്കുന്നത്, ഞാൻ പറഞ്ഞു BA അഡ്വർടൈസിംഗ് ആണ്. എന്നോട് ചോദിച്ചു ഈ ഒരു കോഴ്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ ഒരു ഫീൽഡിൽ നമ്മൾ അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ അറിയുന്നവർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയുള്ളൂ. സോ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT പോലത്തെ ടൂളുകൾ എങ്ങനെ അവർക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ ടൈം എങ്ങനെ 100x ഫാസ്റ്റർ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന വെബിനാറിന്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ്. ദെൻ നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗും അതുമായിട്ടൊരു ഏജൻസി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫാമിലി. ഫാദർ, മദർ ആൻഡ് 2 ബ്രദേഴ്സാണുള്ളത്. മൂത്ത ബ്രദറിൻ്റെ വൈഫ് ആൻഡ് അനിയൻ. ഇതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നുള്ളത്. ബ്രദർ NIT ലെക്ചറാണ്. അനിയന് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദറിന് ബിസിനസ്സാണ്. ഓക്കെ, സോ ഇതാണ് ഫാദറിൻ്റെ ബിസിനസ്. സൈക്കിൾ, ടോയ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ് ഐറ്റംസ് എന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ ഫാദറിൻ്റെ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറുപ്പത്തിൽ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. പണ്ട് 1ാം ക്ലാസ് പഠിക്കുമ്പോഴും 2ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഓരോ സാധനങ്ങൾ കാണുന്ന ടൈമിലും എൻ്റെ ആഗ്രഹം പൈലറ്റ് ആവണമെന്നായിരുന്നു. 2ാം ക്ലാസ്സിൽ വിദേശത്തേക്ക് പറക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഫാദറിൻ്റെ അടുത്തേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചു. അന്ന് മുതലേ എനിക്ക് പറക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ കയറി വന്നു. പൈലറ്റ് ആവണം എന്നായിരുന്നു പിന്നീടുള്ള മിഷൻ. അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കി നടന്നു. സയൻസ് എടുക്കണം, എവിടെയെങ്കിലുമൊക്കെ പോയി പൈലറ്റായിട്ട് ഫാദറിനെയും മദറിനെയും ഫാമിലിനെ എല്ലാവരെയും ഇങ്ങനെ കൊണ്ട് നടക്കണം. എയർ ഇന്ത്യയിലോ എത്തിഹാദിലൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്തകളും മാറിക്കൊണ്ടിരിക്കും. ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മളുടെ ഓരോ ഡിസയറുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചിന്ത ഉണ്ടാവുക ഫസ്റ്റ് എന്താണോ നമ്മൾ ഒന്നിലേക്ക് കാണുന്നത് അതിൽക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. നാളെ ഒന്ന് കണ്ടാലും നമ്മൾ അതും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യന്റെ ഒരു മനസ്സ് എന്ന് പറയുന്നുള്ളത്. ഒന്നിലേക്കും ഫോക്കസ് ആവില്ല. അതാണ് ഒരുപാട് പേരുടെ ഒരു പ്രശ്നത്തിനും കാരണമാവുന്നുള്ളത്. ചിലപ്പോൾ ഒന്നിൽ ഫോക്കസ് കൊടുത്ത് അതിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ടോപ്പിക്കിൽ സക്സസ് ആവാൻ പറ്റിക്കൊള്ളുന്നുണ്ട്. സോ എൻ്റെയും പ്രശ്നം അതായിരുന്നു. എനിക്കും ഇങ്ങനെ എന്താ പറയാ, കുട്ടിക്കാലത്തുള്ളത് പോലെ തന്നെ എല്ലാവരെയും പോലും എൻ്റെ ആഗ്രഹം പൈലറ്റ് ആവണമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ 2 മാസത്തെ കോളേജ് വെക്കേഷൻസ് ഉണ്ടാവും, ഏപ്രിൽ മെയ് ടൈമിൽ. അങ്ങനെ ഈ വില്ലേജുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുട്ടി കടകളായിട്ടുള്ള ചെറിയ സെറ്റപ്പ് മുട്ടായികളും തേൻമുട്ടായും പണ്ടേത മുട്ടായികളൊക്കെ ആയിട്ടുള്ള ചെറിയ ഷോപ്പുകൾ. അങ്ങനെ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാനും ഒരു സ്റ്റാളിടും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരും നേരെ അപ്പുറത്തെ സ്റ്റാളിടും. അവർ പാർട്ണർഷിപ്പിലായിരിക്കും ഉണ്ടാവുക, 2 ഫ്രണ്ട്സ് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ സ്വന്തക്കാരനിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവിടെ 2000 സെയിൽ ആയിരുന്നാൽ 50-50 ആണ്. ഇവിടെ എനിക്ക് 2000 സെയിൽ ആയിരുന്നാൽ അത് മൊത്തം എനിക്കുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ എന്താ പറയുക, ബിസിനസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അതിലൂടെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കയറി വന്നിട്ടുള്ളത്. ഇത് നല്ല പരിപാടിയാണ്, വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെ എങ്ങനെയോ കയറി വന്നു. അത് പിന്നെ എന്നെ വിട്ടുപോയിട്ടില്ല. സോ അങ്ങനെ ഞാൻ ഏകദേശം 8ാം ക്ലാസ് എത്തി. 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മടവൂര് CM സെന്റർ പ്ലസന്റ് പബ്ലിക് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 8, 9, 10 അവിടെ ആയിരുന്നു. മതപഠനത്തോടൊപ്പമായിരുന്നു എൻ്റെ ഭൗതിക പഠനവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടുന്നാണ് ഞാൻ ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറിയിട്ടുള്ളത്. അവിടെ ഓരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യും.
നമ്മൾക്ക് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഓരോ മോട്ടിവേഷണൽ സ്പീക്കുകളായാലും എങ്ങനെ പബ്ലിക്കിൽ നമുക്ക് സംസാരിക്കാം, എങ്ങനെയാണ് പ്രസന്റേഷൻസുകൾ നൽകേണ്ടത്, എങ്ങനെ പ്രസംഗിക്കാം, അങ്ങനെ ഓരോ സെക്ഷൻസുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഓരോ പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം സീനിയേഴ്സ് ആണ് അത് ചെയ്യാറുണ്ടാവുക. ഞാൻ അതുവരെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് നടന്നിരുന്ന കുട്ടിയായിരുന്നു. എന്നെ കുറിച്ച് ചിലപ്പം 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ പോയി ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ എന്നെ അറിയലുണ്ടാവില്ല. ഞാൻ അവിടുത്തെ കുട്ടിയാണെന്ന് അവർക്കും അറിയലുണ്ടാവില്ല. എനിക്ക് അവിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടീനെ എനിക്കും അറിയില്ല. ടീച്ചർമാരെ എനിക്ക് പരിചയമല്ല. ഈ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു വലയത്ത് നിന്ന് ചാടാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ എന്നെ ചാടിപ്പിച്ചത് ഈ ഒരു ടൈമിൽ ആപ്പാണ്. ഈ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പ്രത്യേകത പറഞ്ഞാൽ അവിടെ നമ്മൾ ഒറ്റക്കാണ്. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അതുവരെ ഉണ്ടാകുന്ന ബാക്കി സ്റ്റുഡൻസ് ഒക്കെ എന്താ, അവർക്ക് അലക്കാനായാലും തിരുമ്പാനായാലും ഒക്കെ അവര് ഫാദേഴ്സ് മദേഴ്സ് വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ അലക്കണം, ഫുഡാണെങ്കിൽ നമ്മൾ പോയി കഴിക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധം അവിടുന്ന് വന്നു. ലൈഫിൽ ഏതൊക്കെ ആർക്ക് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൂടെ കൂടിയാലും അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരാളുണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളത് ഒന്നുകിൽ പണത്തിന് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടീവ് കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും നിങ്ങളുടെ കടന്നു വരിക. പക്ഷേ അതിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 10% എങ്കിലും നമ്മുടെ എല്ലാ സപ്പോർട്ടിനും നമുക്ക് എന്ത് സംഭവിച്ചാലും അവിടെ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു പക്ഷം ആൾക്കാരുണ്ടാവും. അവരൊരിക്കലും വിട്ട് കളയരുത്. അങ്ങനത്തെ ഒരുപാട് പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്റ്റൈലായ കാരണത്താൽ ഞാൻ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കളിക്കാൻ പോവുക അങ്ങനത്തെ സെറ്റപ്പൊക്കെ എനിക്ക് കുറവാണ്. കാരണം നാട്ടിലും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എന്താ പറയുക കട്ടക്ക് തോളിൽ കൈയിട്ട് നടക്കുന്ന ആ ഒരു സെറ്റപ്പിലുള്ളതൊന്നും എനിക്കില്ല. കാരണം എൻ്റെ ഒരു വേ ഓഫ് ഞാൻ വിചാരിച്ചതും ഞാൻ ആഗ്രഹിച്ചതും ഏരിയാസൊക്കെ വേറെ ആയിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ചിന്തകളൊക്കെ വേറെ രീതിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വൈബിനൊത്തുന്ന ആരെയും എനിക്ക് എൻ്റെ കാറ്റഗറിയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്കുള്ളതൊക്കെ വലിയ വലിയ അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും. എൻ്റെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരൊക്കെ ആയിട്ടാണ് കൂട്ടുള്ളത് കാര്യങ്ങളൊക്കെ. ansar.mx എന്നാണ് ഇൻസ്റ്റൻ്റ് സൈറ്റ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ കൂടെ ഉള്ളവരുടെയൊക്കെ. സോ അങ്ങനെ അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ ഈ ഒരു എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. എൻ്റെ ഏരിയ ഡിജിറ്റൽ ആണ്, അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് ആണെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയതോടുകൂടി ഞാൻ അവിടുന്ന് ഇറങ്ങി. സോ അങ്ങനെ +1 എനിക്ക് കമ്പ്യൂട്ടർ കൊമേഴ്സ് എടുക്കാമെന്നായിരുന്നു ആഗ്രഹം. ഇവിടെ കമ്പ്യൂട്ടർ കൊമേഴ്സ് എടുത്തപ്പോൾ ഒന്നെങ്കിൽ അക്കൗണ്ടൻ്റ് ആ ഒരു ഫീൽഡ് അതാണ് ഫസ്റ്റിലുണ്ടായിരുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ കൊമേഴ്സ് എടുത്തു. +1 നമ്മുടെ കോവിഡ് ടൈമായിരുന്നു. അങ്ങനെ ആ ടൈമിലാണ് ഈ CA CMA ACCA പോലത്തെ കോഴ്സുകൾക്ക് വമ്പൻ കമ്പനികൾ ഭയങ്കര പ്രൊമോഷൻ കൊടുത്തു. അവർക്ക് ഈ ഓൺലൈനിൽ കിട്ടുന്ന എക്സാംസുകൾ എഴുതാൻ പറ്റും, അതുപോലെ ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഓരോ +1 കൂടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര മാർക്കറ്റ് ചെയ്തു. ഞാനിതിൽ പോയി വീണു. അങ്ങനെ എനിക്ക് +2 കഴിഞ്ഞിട്ട് CA എടുക്കണം അല്ലെങ്കിൽ ACCA എടുക്കണം, ഇതിലേതെങ്കിലും ഒന്ന് കൺഫേം ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. +1 അത് വിചാരിച്ച് നല്ല രീതിയിൽ പഠിച്ചു. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ +2 ഞാൻ അത് വെച്ച് നല്ല രീതിയിൽ പഠിച്ചു. എനിക്ക് +2 ഫുൾ A+ വാങ്ങാൻ കഴിഞ്ഞു. +1 ഫുള്ള് വാങ്ങി, +2 ഫുള്ള് വാങ്ങി. +2 ലാസ്റ്റ് ആയപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇതും വിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഡിജിറ്റലാണ് ഒക്കെ നമുക്ക് സ്പോൺസേഡ് ആഡുകൾ കാണാൻ തുടങ്ങി. ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ വർക്കാവുന്നത്, ഇത് നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഇതിന് ഡിജിറ്റലൈസ്ഡ് ആണ് മൊത്തം പോകാൻ പോകുന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു വേൾഡ് എന്തായാലും ഇതിന് ഡിജിറ്റലിലേക്ക് കയറി. ഒരാളുടെ സ്ക്രീനിങ് ടൈം എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ 10 മടങ്ങ് ഫാസ്റ്റായിട്ട് അവർ യൂസേജ് കൂടി ഓരോരുത്തരുടെയും. അങ്ങനെ ഞാൻ എന്താക്കി, ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ. അത് എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ അത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല, അത് ഫുള്ളാക്കിയിട്ടില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഇതിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കാരണവും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് കാരണവും എനിക്ക് കുറേ ജോബ് ഓപ്പണിങ്സും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് അങ്ങനെ അതിൻ്റെ ആ ഒരു വേയിൽ അങ്ങനെ അവിടേക്ക് പോയി. സോ ഞാനിതിൽ ഈ ഒരു
17-ാം വയസ്സിൽ 18-ാം വയസ്സിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ എൻ്റെ ഏജ് 17, ആ ഒരു ഏജ് കാറ്റഗറിയാണ്. അന്നത്തെ എൻ്റെ കയ്യിലേക്കുള്ള പൈസ വീട്ടിൽ ചോദിച്ചാൽ എന്തായാലും ഒരു 17 വയസ്സുകാരന് വീട്ടുകാർ പൈസ കൊടുക്കും. ഒരു കോഴ്സ് വാങ്ങാൻ ഡിഗ്രി എടുക്കാതെ +2 കഴിഞ്ഞ ഉടനെ എന്തായാലും കൊടുക്കില്ല. ആ ടൈമിൽ ഫാദറിൻ്റെ ഒരു ഷോപ്പ് കൂടി ഉണ്ടായിരുന്നു. അവിടെ കോവിഡ് ആയ കാരണത്താൽ എനിക്ക് ക്ലാസ് ഇല്ല. ഞാൻ അവിടെ കുത്തിരുന്നായിരുന്നു ക്ലാസ്സുകളൊക്കെ കേൾക്കാറുള്ളതും. സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പം അവിടെ കുത്തിരുന്നായിരുന്നു ക്ലാസ്സുകൾ കേൾക്കാറുള്ളത്. അങ്ങനെ അവിടെ ഇരുന്ന് നിൽക്കുമ്പോൾ ഫാദർ പൈസ തരും. ഓരോ ദിവസം നിൽക്കുന്നതിനുള്ള അവിടെ നിന്ന ആളെ കൂലി എനിക്ക് തരും. അത് എനിക്ക് യൂസ്ഫുൾ ആവും. അത് വെച്ചിട്ട് ഞാൻ ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ അതിലുള്ള ഒരു പേയ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ ഇതിൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് ടേക്ക് യുവർ ആക്ഷൻസ്. ഞാൻ അവിടെ ഒരു ആക്ഷൻ എടുക്കാതെ നിന്നിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഈ ഒരു 17-ാം വയസ്സിൽ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സ്റ്റേജിൽ അവിടെ നിൽക്കുന്നുള്ളത്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ ഒരു ഫ്യൂച്ചർ 5-10 കൊല്ലം കഴിഞ്ഞിട്ട് എടുത്ത ഒരു ആക്ഷൻ ആയിരിക്കാൻ ചിലപ്പം ഞാൻ അന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ പ്രൗഡായിട്ടെന്ന് പറയുന്നുണ്ട്, അത് ഒരിക്കലും ഞാൻ ഒരു റോങ് ഡിസിഷൻ ആയിട്ട് പോയിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞു. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ഇൻ്റർവേർട്ടർ ആയിരുന്നു. പിന്നെ അവിടുന്ന് 10ാം ക്ലാസ് ആ ഒരു ഏരിയയിലാണ് ഞാൻ ഒന്നുകൂടി ആക്റ്റീവ് ആയിട്ടുള്ളത്. സ്കൂളിൽ കലാപ്രതിഭയായിട്ടും ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ അവാർഡും ഒക്കെ എനിക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ്. MMO കോളേജ്, മുക്കം മണാശ്ശേരിയാണ് കോളേജ്. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 2020-2023 കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള ക്യാഷാണ്. 12 ലക്ഷം. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഏജിൽ 12 ലക്ഷം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ക്ലയൻറ്റിന് കൊടുക്കുന്ന എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്ര ആണോ ആ ഒരു എമൗണ്ട് അന്ന് ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കിട്ടാതെ പോയ എമൗണ്ടാണ്. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തു കൊടുത്തു. ഏകദേശം 1800-ൽ പരം പോസ്റ്റേഴ്സുകളും വീഡിയോസുകളും ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തു. എക്സാമിൻ്റെ ടൈമിന്, +1 എക്സാമിൻ്റെ ടൈമിന്, +2 എക്സാമിൻ്റെ ടൈമിന് ഉറങ്ങാതെ പഠിക്കാതെ ഇതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാഷനായിരുന്നു എഡിറ്റിങ് സ്കില്ലെന്ന് കാര്യങ്ങളുള്ളത്. ഞാനതാ പറഞ്ഞിട്ടുള്ളത്, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത്. അവർക്കൊക്കെ അവരുടേതായ ഒരു ഏരിയ ലോകമാണ് ഉണ്ടാവുക. അവിടേക്കാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യേണ്ടത്. സാറ് പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും ക്യാഷ് വരണം. അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തു. അതിന് ഒരു എമൗണ്ട് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1800 പോസ്റ്ററുകളും അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ലാപ്ടോപ്പ് ആയാലും എൻ്റെ ടൈം ആയാലും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. നിങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ട് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡിസൈനിങ്ങിനാണെങ്കിലും നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു 2 GB റാമിൻ്റെ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്നു ആ പൈസ കൊടുത്തിട്ട് ഒരു 20,000-ൻ്റെ 4 GB റാമുള്ള ഒരു സിസ്റ്റം വാങ്ങി, ലാപ്ടോപ്പ് വാങ്ങി. അതിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റംസ് അടിച്ചു, സ്ക്രീന് പോയി. അടുത്തൊരു മോണിറ്റർ ഉണ്ടായിരുന്നു, അതിൽക്കൊക്കെ വെച്ച് വർക്ക് ചെയ്തു കൊടുത്തു. ബട്ട് അറ്റ് ദ എൻഡ് നമ്മളാരായി? അവർക്ക് വേണ്ടാണ്ടായി. നമുക്ക് ഓരോരുത്തരും ഓരോ മോട്ടിവേഷനുകളും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ പുറകെ ആയിരിക്കും നമ്മളൊക്കെ പോവുക. അവരിങ്ങനെ പറയും ഇത് തരും, മറ്റാണ് മറിച്ചെന്നൊക്കെ നമ്മളിങ്ങനെ തള്ളി മറിക്കും. പക്ഷേ ക്യാഷ് കൊടുത്ത് വർക്ക് ചെയ്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കരുത് എന്നല്ല, ഇങ്ങനൊന്നും വർക്ക് ചെയ്ത് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഫ്യൂച്ചറിൽ ആരും നഷ്ടപ്പെടുത്തരുത്. അതായത് നമ്മളുടെ ഏജ് വെച്ച് എൻ്റെ പോലത്തെ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരൊക്കെ ഇപ്പോൾ എഡിറ്റിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടാവും. അവരുടെയൊക്കെ മുതലെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികളെ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളും മറ്റുമുണ്ട്. ഇവരൊക്കെ ഏകദേശം 1 മില്യൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണെങ്കിൽ പോലും ഒരു എമൗണ്ട് പോലും നമുക്ക് പേ ചെയ്യാൻ അവർ റെഡി ആയിട്ടില്ല. ഇവിടുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതൊക്കെ ത്രൂ ആണ് അവർക്കും ഡിജിറ്റലിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളത്. സോ അവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസൈനിൻ്റെയും പോസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അങ്ങനെ അത് കഴിഞ്ഞു. ഏകദേശം വലിയൊരു പാടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ അത്രയും ടൈം വേസ്റ്റ് ആക്കി ഞാൻ വർക്ക് ചെയ്തു, എനിക്ക് കിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നീട് തീരുമാനിച്ചു ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം.
ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഷോപ്പ് പോലെ നിന്ന് പിന്നെ കോളേജിലേക്ക് കയറിയതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടി, സോഷ്യൽ മീഡിയ മാനേജറായിട്ട്, മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പ് ആയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ എനിക്ക് കിട്ടി. സോ അവിടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയ ഇന്റേൺ ആയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ ഓഫർ ചെയ്ത ഒരു എമൗണ്ട് ആയിരുന്നു 6K എന്നുള്ളത്. 6,000 റുപ്പീസ് ഇന്റേൺഷിപ്പ് ആയിട്ട് അവർ ഓഫർ ചെയ്തു. സോ ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഏകദേശം 2-3 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു. അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് 3,000 റുപ്പീസ് ഓൺലി. നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് എൻ്റെതായ ഒരു ഫേം നമുക്കൊരു സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ അത് അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ അവർക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ മാറി. ഇങ്ങനത്തെ ഓരോ നിന്റെ വർക്കുകൾ ഒന്നിനും പറ്റില്ല, നീ ചെയ്യുന്നത് ഒന്നിനും കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളല്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും. പൈസ അല്ല ഒന്നും, നിന്റെ വർക്കുകളൊന്നും കമ്പനിക്ക് പറ്റില്ല. അങ്ങനത്തെ എന്താ പറയുക, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മെസ്സേജുകൾ എനിക്ക് കിട്ടി. സോ ഞാനൊന്നും ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ കാരണം ഒരു കമ്പനിക്ക് നഷ്ടം ഉണ്ടാവരുതല്ലോ. എൻ്റെ ഏജ് ഇതായിരിക്കാം. ഞാൻ വിചാരിച്ചു എൻ്റെ വർക്കുകൾ ഓക്കെ ആവില്ല, കാരണം ഞാൻ ഇത്ര ഒരു ഏജേ ഉള്ളൂ, എനിക്ക് കൂടുതൽ അറിവുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഏതായാലും പഠിച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ വരും. അവിടെ അന്ന് എന്നെ പുറത്താക്കിയപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഒരു ദിവസം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഞാനും എന്തിനെങ്കിലും ഒരാളെ വർക്ക് ചെയ്തിട്ടല്ല, അല്ലാതെ ഞാൻ അവിടെ പോയി കുത്തിരിക്കുന്നുള്ളത്. അതിനുശേഷം എൻ്റെ ക്ലയൻറ്റ് മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും അവിടെ സ്റ്റാർബക്സിലായാലും എല്ലാത്തിലും എനിക്ക് വെച്ച് നടത്താൻ പറ്റിയിട്ടുണ്ട്. അവിടെ അന്ന് സാലറിക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഞാൻ പിന്നീട് ഞാനത് ഫൗണ്ടറായിട്ട് കമ്പനീൻ്റെ ഓണറായിട്ട് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ എനിക്ക് അവിടെ പോയി ഇരിക്കുക എന്നുള്ള എന്താ പറയുക, ആ ഇരുന്നതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എടുത്തിട്ടില്ല. അവിടെ കൊണ്ട് ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലൊരു എന്താ പറയുക, അത്രയും ഞാനെന്തോ ലോകം കീഴടക്കിയ ഒരു ഫീലായിരുന്നു. ഇവിടുന്ന് പുറത്താക്കിയ എന്നെ അവിടെ നാളെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 ലാക്കോ പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റിന് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ കുത്തിയിരുന്ന് സൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എത്രത്തോളം ഉണ്ടായെന്ന് അറിയാം. കാരണം ഇത്രയും ഒരു വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു ഡീല് നമ്മളെ പുറത്താക്കി അതേ ഒരു ഏരിയയിൽ വന്നിട്ട് തന്നെ നമ്മളൊരു ഡീൽ ഒപ്പിടുക എന്ന് പറയുന്നുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. സോ ആരൊക്കെ നിങ്ങളെ തളർത്തി പറഞ്ഞാലും അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. അതൊക്കെ അവരുടെ ആ ഒരു രീതിയിലായിരിക്കും പറയാം. അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ ലെസൺസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കും അവരൊക്കെ അവരുടെ ദീന് കഴിഞ്ഞാൽ നമ്മളെ പുറത്താക്കും. ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പിന്നീട് തന്നു. ഞാൻ ഒയ്യാന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല. അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ പിറ്റേന്ന് തന്നെ കോളേജിൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എടുക്കായിട്ട്. സോ അതിൽ ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടുള്ളൊരു എഡ്യൂക്കേഷണൽ ടീം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, അവർ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തൂടെ. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. പിറ്റേന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ അതേ ഡേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ദിവസം വരുന്ന ടൈമിൽ ഞാൻ കോഴിക്കോട് നിന്ന് വെച്ചിട്ട് ആക്സിഡൻ്റ് ആകുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6,000-7,000 രൂപ അതിന് തന്നെ എനിക്ക് സ്പെൻഡ് ആയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് 3,000 കിട്ടിയതിൽ അതിൽ കൂടുതൽ എമൗണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്പെൻഡായി പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് റീചാർജ് ചെയ്തതും നെറ്റായാലും കുറേ ടൈം വേസ്റ്റ് ചെയ്തതും വർക്ക് ചെയ്തതൊക്കെ എൻ്റെ വേസ്റ്റ് അല്ലാണ്ട് ഇന്ന് അതിന് സർട്ടിഫിക്കറ്റ് പോലും എനിക്ക് തന്നിട്ടില്ല. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പം പോലും അവർക്ക് തരാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ താഴ്ത്താനാണെന്നുണ്ടെങ്കിലും നമ്മളിതൊക്കെ പിടിച്ച് ഉള്ളിക്കാട് കയറ്റി വെക്കും. ഇതിൻ്റെ ഒരു പ്രഷർ കയറുമ്പോൾ നമുക്ക് ഉള്ളിൽ വേറൊരു ഇതവിടെ ഫോം ചെയ്യും. നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും, നീ ഇതൊന്നല്ല, ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ച് അവിടെ കുത്തിരിക്കില്ല. നാളെ ഇതിലേക്കാട്ടിലും വലുത് വെച്ചിട്ട് അവരെക്കാട്ടിലും വലിയൊരാളായിട്ട് ഞാൻ അവരുടെ മുന്നിൽ പോയി ചെല്ലുന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു അവിടെ. അന്ന് അത് ഞാൻ എന്താക്കി, അതൊരു പോസിറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ കയറ്റി. ഞാനത് ഒരിക്കലും വിട്ടുകൊടുത്തില്ല. എനിക്ക് വാശിയായിരുന്നു. അന്ന് 6,000 അല്ലെങ്കിൽ 3,000 രൂപ ഏൺ ചെയ്ത ടൈമിൽ എനിക്ക് 1 ലക്ഷം ഏൺ ചെയ്യണം എന്നുള്ളത്.
ഇന്ന് അൽഹംദുലില്ലാ 1,00,000 എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി. ആ ഒരു ടൈമിലേക്കാണ് സാറിൻ്റെ കമ്മ്യൂണിറ്റിൻ്റെതും സോഷ്യൽ മീഡിയ കൂടെ ആയിരിക്കും നിങ്ങളൊക്കെ കണ്ടതുപോലെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, വെബിനാറിലേക്ക് അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ എന്തോ ഒരു ഫുള്ള് കേൾക്കാൻ പറ്റില്ല. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ സാർക്ക് മെസ്സേജ് അയച്ച് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. സോ അതിലൂടെ നമ്മളെ സ്കില്ല്, അതായത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊന്നും ഒന്നും അല്ല എന്നുള്ളത് സാറ് മനസ്സിലാക്കി തന്നു. സാറ് ഫസ്റ്റിലത്തെ വീഡിയോയിൽ തന്നെ ഇതൊക്കെ ചെയ്യണം, ഇതാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കയറിയ ഒരാൾക്ക് കിട്ടുന്നത് വേറെ കുറേ മോട്ടിവേഷണൽ സാധനങ്ങളൊക്കെ. ഞാൻ ആകെ ഷോക്കായി പോയി. ഇതെൻ്റെ ഏരിയ മാറിപ്പോയോ? ഞാൻ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കയറിയിട്ട് ഇവിടെ ഉള്ളത് വേറെ സംഭവങ്ങളൊക്കെ, ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് കാര്യങ്ങൾ, മോട്ടിവേഷൻസ് സാധനങ്ങളൊക്കെ. ഞാൻ ആദ്യം ഒന്ന് ഡൗട്ടായി പോയി, എൻ്റെ ഏരിയ മാറിപ്പോയിട്ടുണ്ടോ? ഞാൻ വെറുതെ ഒന്ന് ബാക്കിയുള്ള കോഴ്സുകളൊക്കെ എടുത്തു നോക്കി. അങ്ങനെയാണ് അവിടെ ഹോൾ ഓഫ് ഫ്രെയിം അവാർഡ്സിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. അങ്ങനെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ കണ്ടു. സച്ചിൻ സാറിൻ്റെ ആയാലും ഷമ്മാസിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് പേരുത്, അതുകൊണ്ട് എല്ലാവരുടെയും ഞാൻ അവിടെ കണ്ടു. ഇതൊക്കെ ഇതിലൂടെ വരെ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഒരു മിഷൻ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതവിടെ സെറ്റ് ചെയ്ത് പോന്നു. സോ അങ്ങനെ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ 2022 ChatGPT ഇറങ്ങുന്നുള്ളത്. ആ ടൈമിൽ AI റവല്യൂഷനെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ സ്പ്രെഡായി. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിൽ AIൻ്റെ ന്യൂസുകൾ ഡെവലപ്പ് ചെയ്തു വന്നതും അതിൻ്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. 2022 ChatGPT ഇറങ്ങിയ ടൈമിൽ തന്നെ ഞാനത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാനൊക്കെ എല്ലാത്തിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കോഴ്സിൽ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ആയാലും, അതായത് ഞാൻ ഡിഗ്രി കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് BCom-നായിരുന്നു ഫസ്റ്റ്. അതേ ദിവസം രാത്രി എൻ്റെ കോളേജിൽ നിന്നും എൻ്റെ മാം വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, സോ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. വീട്ടിൽ സംസാരിച്ചപ്പോൾ വീട്ടിൽ ബ്രദർ പറഞ്ഞു, BCom ആണ് എല്ലായിടത്തും ഉള്ളത്, അപ്പോൾ BCom പഠിച്ചാൽ മതി, മറ്റേത് പുതിയ കോഴ്സാണ്, ചിലപ്പോൾ ഫ്യൂച്ചറിൽ കാര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഞാനത് നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ന്യൂയോർക്കിൽ സംതിങ് ആണ് ഈ ഒരു കോഴ്സ് കാണുന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതേ എടുക്കുന്നുള്ളൂ, എനിക്ക് BCom വേണ്ട. BCom പഠിച്ചിട്ട് എന്താ വെറുതെ ആ ഒരു എല്ലാവരും പോകുന്ന അതേ റൂട്ടിൽ പോയിട്ട് നമുക്ക് കാര്യമില്ല. ഫ്യൂച്ചറിലേക്ക് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ സാറ് ടാക്സേഷൻ എടുത്തതുപോലെ ഞാനും ഈ കോഴ്സിലേക്ക് കയറി. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇതിലേക്ക് കയറിയിട്ടുള്ളതും ഇന്നേ വരെ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം കോളേജിൻ്റെ ഭാഗത്തുനിന്ന് 100% സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചാലും അതിന് വേണ്ടിയിട്ടുള്ള 100% സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. ഞാനങ്ങനെ AI കുറിച്ച് ChatGPT-നെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ഒരു ടൈമിൽ ഇപ്പം അടുത്ത് നിപ്പ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മാസത്തിന് 2 മാസത്തിൻ്റെ അടുക്ക്. അങ്ങനെ കോളേജുകൾ ക്ലോസ് ചെയ്തു. സോ ആ ടൈമിൽ ഞാൻ SQC എന്ന് പറഞ്ഞ കോളേജിലെ ക്ലബിൽ മെമ്പറായിരുന്നു. IQSൻ്റെ കീഴിലുള്ളതാണ് XQC. ഞങ്ങൾ കോളേജിലെ കോർ മെമ്പേഴ്സ് ആയിട്ടുള്ളവർ മാത്രമുള്ള ഒരു ക്ലബ്ബാണ്. സോ സാറ് ചോദിച്ചു, ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ, നീ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ എടുക്കുന്നതല്ലേ, സോ ഒരു വെബിനാർ നമുക്ക് കണ്ടക്ട് ചെയ്താലോ എന്ന് സാറ് ചോദിച്ചു. ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. എന്ത് കിട്ടിയാലും നമ്മൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. എവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ നോ പറയരുത്. നമുക്ക് പറ്റുന്നതല്ല എന്നുണ്ടെങ്കിലും യെസ് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറി പോവാം. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ നമുക്ക് അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഞാൻ യെസ് പറഞ്ഞു. അവിടെ ഞാൻ ഫങ്ഷൻസ് അന്ന് നൈറ്റ് പ്രോഗ്രാം നടത്തി. ലൈവ് വെബിനാർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. സോ അതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഒരുപാട് കോളേജുകളിലേക്കും ടീച്ചേഴ്സിലേക്കൊക്കെ ഇത് ഷെയറായി പോവുകയും ചെയ്തു. അങ്ങനെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക്സ് എനിക്ക് ലഭിച്ചു. ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നില്ലാത്ത രൂപത്തിലും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലും നല്ല ഒരു ഫീഡ്ബാക്ക്സ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അന്നത്തെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ 10ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹ്ലറ കോളേജിലെ പ്രൊഫസറായിരുന്നു. സോ ടീച്ചർ അത് കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു, ഈ ഒരു ക്ലാസ് ഞങ്ങളെ കോളേജിലെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ആകെ ഷോക്കായി പോയി. ഒരു ഓൺലൈനിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളാണ് ഫസ്റ്റ് ടൈം ഒരു വെബിനാർ, ഫ്രീ വെബിനാർ കോളേജിലെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് എടുത്തതാ. ഇതെങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഒന്നും എനിക്കറിയില്ല. ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു. അങ്ങനെ മിസ് ചോദിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ അവിടെയും നോ പറയാൻ പോയില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇവൻ്റ് കിട്ടി. മഹ്ലറ കോളേജ് മാവൂരായിരുന്നു ഫസ്റ്റ് ഞാൻ ഇവൻ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 250-ൻ്റെ പുറത്ത് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു വുമൻസ് കോളേജ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ കയറി ചെന്നത്.
നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന 2 റോ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എന്നെക്കാട്ടിലും വലിയ ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഉള്ള സ്റ്റുഡൻസിൻ്റെ മുന്നിലേക്ക് ഞാൻ കയറി ചെല്ലുന്നുള്ളത്. ഞാൻ അതിൻ്റെ മുന്നേ ഇതുപോലത്തെ ഒരു ഓഫ്ലൈൻ ഇവൻറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. ജീവിതത്തിൽ എടുക്കാത്ത ഒരാളാണ് ഞാൻ. അവിടെ എസ് പറഞ്ഞ കാരണം തന്നെ ഞാൻ അവിടെ പോയി എടുത്തു. അങ്ങനെ അവിടുന്ന് മിസ്സ് ചോദിച്ചു, ഈ സാധനം എനിക്കൊന്ന് ഡിജിറ്റൽ ആക്കിക്കൂടെ, എന്തിനാ വെറുതെ ഇങ്ങനെ ഇനി ആർക്കും കൊടുക്കരുത്, ഇതൊരു കോഴ്സ് രൂപത്തിൽ സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ സാറ് പറഞ്ഞ പോലെ കോഴ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, കോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് കോഴ്സിൻ്റെ പോസ്റ്റർ ഞാൻ ഉണ്ടാക്കി ഇറക്കി മിസ് കോളേജിൽക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്ന ടൈമിന് വാട്സപ്പ് ബാനായി. എൻക്വയറീസ് ഒക്കെ പോയി, ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി. ഞാൻ ഇതുവരെ പൊന്തി വന്നിട്ടുണ്ടായി, ഞാൻ ഒറ്റയടിക്കായിട്ട് ഡൗൺ ആയി. ആകെ മെൻ്റലിയും എന്താ പറയുക, എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായി പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 കോണ്ടാക്റ്റുകൾ പോയി, വാട്സപ്പ് ഗ്രൂപ്പുകൾ പോയി. ഞാൻ ആകെ ഡൗണായി. ഞാൻ എന്താക്കിയില്ല, അതും പിന്നെ വിട്ടുകൊടുക്കാമെന്നില്ല. ഫസ്റ്റ് ആ ബാച്ച് എനിക്ക് റൺ ചെയ്യാൻ പറ്റില്ല, ആ എൻക്വയറീസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്റ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനത് അവിടെ വിട്ടു. പിന്നീട് എന്തെങ്കിലും നല്ല രീതിയിൽ, ഇതായിരിക്കില്ല ഇതിൻ്റെ ഒരു ടൈം വരാനുണ്ടാവുമെന്ന് കരുതി ഞാൻ അതവിടെ വിട്ടു. ദെൻ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കോളേജിലും എൻ്റെ കോളേജിൽ ക്ലാസ് ഒഫീഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സീനിയറായി എന്നോടൊരു ക്ലാസ് കൊടുക്കാൻ പറഞ്ഞു. ഒരു PT ടീച്ചറായിട്ട് ഞാൻ അവിടെ ലെക്ചേഴ്സായിട്ട് കൊടുത്തു, ക്ലാസ് പ്രസൻറ്റ് ചെയ്തു. അതിൽ കോളേജിലെ പ്രിൻസിപ്പാൾ എൻ്റെ കോഴ്സ് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഞാൻ അന്ന് അവിടെ മാറ്റി വെച്ച കോഴ്സിന് ഇന്ന് എനിക്ക് പുതിയ സാധ്യതകൾ ഒരുക്കി തന്ന എൻ്റെ ഒരു കറക്റ്റ് ടൈം ഇവിടെ എത്തിയപ്പം കോളേജിൻ്റെ പ്രസൻസോട് കൂടി എനിക്ക് അവിടെ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പറ്റി. ഏകദേശം ഫസ്റ്റ് ബാച്ചിൽ 26 അഡ്മിഷൻസ് കിട്ടി. ഫസ്റ്റ്, അതായത് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നത് പോലും അറിയാതെ പുറത്തുള്ള സ്റ്റുഡൻസിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ പോസ്റ്റർ മാത്രമായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തേക്ക് കടന്നു വന്ന 26 സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. ഞാൻ ജസ്റ്റ് കോളേജിലൊരു ഫ്രീ വെബിനാർ കൊടുത്തു. അതിൽ മനസ്സിലാക്കിയ ഒരു പറ്റം കുട്ടികൾ ഇതിലേക്ക് കയറി വന്നു. ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അതിലേക്ക് എന്നെ വിശ്വസിച്ച് ഈ ഒരു അഡ്മിഷൻസ് ലഭിക്കാറുണ്ട്. ഞാൻ ഏകദേശം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു 5ഓ 6ഓ, അവിടേക്കാണ് ഈ ഒരു അഡ്മിഷൻ കയറി വന്നത്. ഞാൻ അതിലും ഭയങ്കര ഇൻസ്പിറേഷൻ കയറി, മോട്ടിവേഷൻ കയറി. ഞാൻ അത് സാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, എൻ്റെ ഫസ്റ്റിലത്തെ വെബിനാറിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ. സാർ പറഞ്ഞു, ഇതിന് ഒരു വെബിനാറായിട്ട് കോഴ്സ് L1 കോഴ്സായിട്ട് ഇത് കൊടുക്കാം, ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡബിൾ കോഴ്സായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഫസ്റ്റിലത്തെ കോഴ്സ് ഇത് ഡെവലപ്പ് ചെയ്ത് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് 26 അഡ്മിഷൻസ് ലഭിച്ചു. 250 രൂപയായിരുന്നു ഞാൻ ഫസ്റ്റിൽ കോഴ്സിൻ്റെ ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബീറ്റാ സ്റ്റേജ് എന്നോണം ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്റ്റുഡൻസിന് ഡെവലപ്പ് ചെയ്തെടുക്കാം, എന്തൊക്കെയാണ് അവർക്ക് പ്രസൻറ്റേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു 100x ഫാസ്റ്റർ ആയിട്ട് അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കണ്ടന്റുകൾ വെച്ചിട്ടായിരുന്നു ഞാൻ അവർക്ക് PPT അല്ലെങ്കിൽ പ്രസന്റേഷൻസ് സെറ്റ് ആക്കിയിട്ടായിരുന്നു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആക്സസ് കൊടുത്തു. എന്നെ വിശ്വസിച്ച് കയറിയവരെ ഞാൻ കൈവിടില്ല എന്നുള്ളത് സാറ് കൊടുക്കുന്ന പോലെ ഗിവ് വാല്യൂ കൊടുത്താലേ അവരെ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ കൂടെയാണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത്. സാറ് പറഞ്ഞു തന്ന, സാറ് നമുക്ക് കാണിച്ചു തരുന്ന അതേ സെറ്റപ്പ് ഞാൻ അവിടേക്ക് കൊടുത്തു. 26 അഡ്മിഷൻസിന് ഞാൻ അവർക്ക് ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആക്സസ് കൊടുത്തു. 250 രൂപ ഞാൻ ഈ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഫ്യൂച്ചറിൽ എന്തായാലും സാർ പറഞ്ഞു എല്ലാവരും ഡെവലപ്പ് ചെയ്ത് ഫീസ് എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ഹൈക്ക് ചെയ്യും. നെക്സ്റ്റ് ബാച്ച് ഈ വരുന്ന മൺഡേ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ അത് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല, ഞാനൊന്ന് നോക്കിയിട്ടില്ല. 10+ അഡ്മിഷൻസ് ഇപ്പോൾ ആയിട്ടുണ്ട്. കുറച്ച് ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇതിൻ്റെ റെഫറൻസ് ത്രൂ അടുത്ത അഡ്മിഷൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ആഡ് പോലും സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു ആഡും റൺ ചെയ്യാണ്ട് എനിക്ക് ഇത്രയും അഡ്മിഷൻസ് ലഭിച്ചു. ഒരു ആഡിലേക്കും നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്ത ആഡിലേക്ക് ഇറങ്ങിയാൽ ഉണ്ടാവുന്ന നമ്മളൊരു ഫ്യൂച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ഇറങ്ങാനുള്ള ആഡ് റൺ ചെയ്യാൻ എന്തായാലും നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ബാച്ച് ഡിസംബർ 18-ന് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ എന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുകയെന്ന് അറിയാതെ പോലും 26 സ്റ്റുഡൻസ് എനിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ സാറ് ട്രീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ അവരെ എന്തായാലും ട്രീറ്റ് ചെയ്തിരിക്കും. ലൈഫ് ലോങ് ഞാൻ അവരെ കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കും. 250 രൂപക്ക് കയറിയവരും നാളെ ഞാൻ 1000 റുപ്പീസ് ആക്കിയാൽ അവർ കയറുന്നവരെയും ഞാൻ ഒരേ രീതിയിലാണ് കാറ്റഗറി ചെയ്യുക. അവർക്ക് ഇന്ന് എന്നെ വിശ്വസിച്ച് കയറിയവരെ അവരാണ് എൻ്റെ അസറ്റ്.
അവരുള്ളതുകൊണ്ടാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ കയറിയതും നാളെ ഞാൻ 1000 രൂപ ആക്കാനുള്ള ഒരു പ്രചോദനം തന്നതും ഇവരായിരിക്കാം. ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നാളെ 1000 രൂപ ആക്കുന്നതും അത് ഇവരുടെ ഒരു പ്രസൻസ് ഉള്ളത് മാത്രമാണ്. സോ അവരെ സാറ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇവിടുന്ന് കിട്ടുന്ന എല്ലാ മോട്ടിവേഷൻസ് അവിടേക്കും കൊടുത്ത് എന്തായാലും പാസ് ചെയ്യുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം സാറിനോട് അത് ഞാൻ കൊടുക്കുകയാണ്. കാരണം എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് അത് എന്തായാലും ഞാൻ പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു വിശ്വാസവും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരാണ്. പറ്റുമെന്ന് അറിയില്ലെങ്കിലും അത് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി സാർക്ക് തരാണ്. സോ ഇതിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും AI കോഴ്സിലൂടെയും എനിക്ക് 1 lakh വരെ അച്ചീവ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞു 12 ലക്ഷം വരെ നഷ്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു 19-ാം വയസ്സിന്റെ അടുക്ക്. എൻ്റെ ഏജ് 19 വയസ്സാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ 19 വയസ്സും അതിന് മുകളിലുള്ളവരുണ്ടാവാൻ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഓരോരുത്തരും നിങ്ങളൊക്കെ എന്നെക്കാട്ടിലും മുതിർന്നവരാണ്. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഓരോ ത്യാഗങ്ങളും ഓരോ പ്രശ്നങ്ങളും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ സാലറി കിട്ടാതെ ഓരോ രീതിയിലും ഞാൻ ഇത് അനുഭവിച്ചു. ഇതിലൂടെ ഞാൻ ഈ ഒരു 19 വയസ്സിൽ ഇത് നേടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സെക്ഷന്റെ ഹോൾ ഫ്രെയിമിന്റെ നേരെ ബാക്കിലുള്ള നിങ്ങൾക്ക് ഒരിക്കലും പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ അടുത്ത പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ട് സ്റ്റേജിൽ ഉണ്ടാവും. സാറ് പറഞ്ഞ പോലെ അടുത്ത സെക്ഷൻ വരുമ്പോൾ ബാക്കിലെ സെക്ഷൻ ഇല്ലാണ്ട് എല്ലാവരും ഈ ഒരു സെക്ഷനിൽ തന്നെ ആയി മാറണം. അതിലേക്ക് നിങ്ങൾ ഒന്ന് കാലെടുത്ത് വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഫോക്കസ് കൊടുക്കുക, ആക്ഷൻ എടുക്കുക, വീഡിയോസ് പ്രസന്റ് ചെയ്യുക, ആക്ഷൻ കൊടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നമ്മൾ അതിൽ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. സാറ് പറയുന്ന അതേ സാധനങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തോ, അവിടെ 100% റിസൾട്ട് ഉണ്ടാകുന്നുള്ള ഷുവർ ആണ്. അത് 100% ഷുവറായി തെളിയിച്ച് കാണിച്ചവരാണ് ഇവിടെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ എന്തോ പുറകിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതുകൊണ്ടാണ്. അടുത്ത 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും ഇവിടെ എത്തുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അടുത്ത 6 മാസം കൊണ്ട് ഞാനും എന്തായാലും 10 ലക്ഷം വരെ അച്ചീവ് ചെയ്യുന്ന കാറ്റഗറിയിലേക്ക് ഞാനും മാറിയിരിക്കും. സോ ഇതാണ് എന്നെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ളത്. ഇറ്റ്സ് മീ അൻസാർ. താങ്ക് യു സോ മച്ച്.